ഹലോ, ഹായ്, നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഐക്കൺസ് ഓഫ് ഇന്ത്യ ഹൈദരാബാദിൽ തന്നെ തുടരുകയാണ്. ഇന്ന് ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ അതിഥിയായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പ്രവീൺ കുമാർ നെടുങ്ങാടി സാറാണ്. ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രവീൺ കുമാർ നെടുങ്ങാടി സാർ. സ്വാഗതം ഐക്കൺസ് ഓഫ് ഇന്ത്യയിലേക്ക്. താങ്ക് യു. ഞങ്ങളുടെ ഐക്കൺസ് ഓഫ് ഇന്ത്യയിലെ ഇന്നത്തെ അതിഥി സാറാണ്. സാറിൻ്റെ വിശേഷങ്ങളാണ് കേൾക്കുവാൻ കാതോർത്ത് ഞങ്ങളുടെ പ്രേക്ഷകർ നിൽക്കുന്നത്. ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതിൽ നിന്ന് തന്നെ തുടങ്ങാം. സാർ പറഞ്ഞോളൂ. ഞങ്ങൾ ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 2007 ഇൻകോർപ്പറേറ്റ് ചെയ്തു. കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ 2008 തുടങ്ങിയതാണ്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2,10,00,000 രൂപ ക്യാപിറ്റൽ വെച്ചിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് വെഞ്ചർ 25 ഏക്കർ 13 ഗുണ്ടാസ്, നമ്മുടെ നാട്ടിലെ സെന്റാണ്, ഇവിടെ ഗുണ്ടാസ് ആണ്. 40 ഗുണ്ട എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഏക്കർ. ഓക്കെ സാർ. അപ്പോൾ 25 ഏക്കേഴ്സ് 13 ഗുണ്ടയുടെ ഒരു വെഞ്ചർ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ ഹൈദരാബാദ് സറൗണ്ടിങ്ങിൽ ഓൾമോസ്റ്റ് ഒരു 3000 ഏക്കർക്ക് മീതെ ലാൻഡ് ബാങ്ക് രജിസ്റ്റേർഡ് കമ്പനിയുടെ പേരിലുണ്ട്. സ്റ്റാർട്ടിങ് തുടങ്ങിയത് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് തുടങ്ങി, പ്ലോട്ടിംഗ് പ്രോജക്ട്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്തു. ഞങ്ങളിപ്പോൾ 3 ഹോട്ടൽസ് ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. സാർ അത് ഹാംഷെയർ പ്ലാസ, ലക്ഡി കപ്പിൾ ഹൈദരാബാദ്, ഇൻക്രെഡിബിൾ വൺ ഹോട്ടൽ പാർക്ക് ലൈൻ സെക്കൻഡറാബാദ്, റെഡിസൺ ബ്ലൂ കൊച്ചി. അത് കഴിഞ്ഞിട്ട് ബാങ്കോക്കിൽ ഇപ്പോൾ ഒരു പുതിയ ഹോട്ടൽ 195 റൂംസ് ഉള്ള ഹോട്ടൽ ബാങ്കോക്ക് സുഖം വിത്ത് സ്ട്രീറ്റ് എന്ന് പറയും. അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് പോഷ് സ്ട്രീറ്റായിട്ട് വരുന്നൊരു സ്ഥലമാണ് അത്. ഈ കൊല്ലം മെയ് 1 മുതൽക്ക് ഞങ്ങൾ ഏറ്റെടുത്തു മാനേജ്മെൻറ്റ് ആ ഹോട്ടലും. പിന്നെ അമൃത്സറിൽ റൈസ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 100-150 ക്രോഡ്സ് റൈസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ടല്ല, ത്രൂ ഏജൻറ്റ്സ്, അവരുടെ ത്രൂ ആണ് എക്സ്പോർട്ട്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലും പ്രോസസ്ഡ് റൈസ്, പഞ്ചാബ് ബാസ്മതി എന്ന് പറയും. ശരിക്കും അത് ബാസ്മതി അല്ല, അതിൻ്റെ ശരിക്കുള്ള വെറൈറ്റിയുടെ പേര് 11-21 എന്നാണ് ഹിന്ദിയിൽ പറയുക. നമ്മുടെ മലയാളത്തിൽ ബസുമതി അല്ലേ? ബാസ്മതി നമ്മൾ ലോങ് ഗ്രെയിൻ എന്നാണ് ശരിക്കും അതിന്. ദുബായിലൊക്കെ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ബാസ്മതി എന്ന് പറഞ്ഞത് അത് ലോങ് ഗ്രെയിൻ ആണ്. അപ്പൊ നമ്മള് ലുലു മാർക്കറ്റിലും അവിടെയും ഇവിടെയും ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും 11/21. അപ്പോൾ വൈറ്റ്ലയിൽ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്ന പ്രോജക്റ്റിന്റെ എന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം? വൈറ്റ്ലയിൽ ഞങ്ങളെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആർക്കിടെക്ചറൽ ഡ്രോയിങ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഡെവലപ്മെൻറ്റ് അതോറിറ്റി അവരുടെ സ്ക്രൂട്ടിനി അതൊക്കെ കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റ് ഫീസ് അടച്ചു കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ പെർമിഷൻ തരും. ആ പെർമിഷൻ കിട്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് റേറ അപ്ലൈ ചെയ്യണം. റേറ പ്രൊജക്ട്സിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമറിൻ്റെ അടുത്ത് ഏതൊരു പൈസ മേടിച്ച് കഴിഞ്ഞാലും ആ പൈസയുടെ യൂസേജ് എന്താണ്, ആ പൈസ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവാക്കുന്നത്. എവറി ടൈം ദറ്റ് അക്കൗണ്ട് ഈസ് സ്ക്രൂട്ടനൈസ്ഡ്. 30% of the amount only we can withdraw for expenditure. 70% of the money collected from the customer we have to only utilize for the construction purpose, that is raw material purchase or angantha karyam. And every time whenever you are making payment, it should be authorized. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള പേയ്മെൻ്റ് ആണ്, എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ പേയ്മെൻ്റ് ആണോ, സിമെൻറ്റിൻ്റെ പേയ്മെൻ്റ് ആണോ, അതോ നമ്മൾ ബ്രിക്കിൻ്റെ ലോഡിൻ്റെ പേയ്മെൻ്റ് ആണോ, എന്താണ് പേയ്മെൻറ്റ്. അതൊക്കെ ഒരു വീടെന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഫോർ എവറി പേഴ്സൺ ഹൗസ് ഈസ് ലൈക്ക് എ ഡ്രീം. അത് 1 മുറി ആയിക്കോട്ടെ, 2 മുറി ആയിക്കോട്ടെ, 10 മുറി ആയിക്കോട്ടെ, 10 റൂംസ് ആയിക്കോട്ടെ, ബട്ട് ദാറ്റ് ഈസ് സംവെയർ യു ഗെറ്റ് ദ ബെസ്റ്റ് പീസ്, ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ. അപ്പോൾ ആ സമയത്ത് ആ ഒരു ഡ്രീം വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെ പൈസ സേവ് ചെയ്തിട്ട് ദേ ആർ ഇൻവെസ്റ്റിംഗ് ഇൻ കമ്പനീസ്. ആ കമ്പനിക്ക് റെസ്പോൺസിബിലിറ്റി എന്താ ഉണ്ടാവേണ്ടത് വെച്ചാൽ, യെസ് ഐ മസ്റ്റ് ജസ്റ്റിഫൈ ദ മണി സ്പെൻഡ് ബൈ ഹിം. ഞാൻ ബിസിനസ്സിൽ എപ്പോഴും തന്നെ പ്രോഫിറ്റിനെക്കാട്ടിലും ഏറ്റവും അധികം വാട്ട് അവർ ഫിലോസഫി വുഡ് ബി, ആർ വി ഗിവിങ് the right value for the money what customer is giving.
സാറേ എത്ര സ്റ്റാഫുണ്ട് നമുക്ക് മൊത്തം എല്ലാം കൂടെ ഈ ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്ട് ഇന്ത്യയില് നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഡിവിഷനിൽ ഇറ്റ്സ് അബൌട്ട് 150 പീപ്പിൾ ഓൺ റോൾ. പക്ഷെ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇറ്റ് ഈസ് മോർ ദൻ 58,000 പീപ്പിൾ ഹു ആർ സെല്ലിംഗ് പ്ലോട്ട് ഫോർ ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്ട്. നിങ്ങളുടെ ഹോട്ടൽ ഡിവിഷനിലെ 4 ഹോട്ടലും കൂടിയിട്ട് ദർ ആർ അബൌട്ട് 600 പീപ്പിൾ ഓൺ. ഏകദേശം ഒരു 4,000-4,500 തൊഴിലാളികൾ സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറേ അവരുമായിട്ടൊക്കെ എങ്ങനെയാണ്? They know me and I know them. കാരണം ഞങ്ങളുടെ ഓർഗനൈസേഷൻ 2008 സ്റ്റാർട്ട് ചെയ്തിട്ട് ടിൽ ടുഡേ ഒരു 10-15 ആൾക്കാരാവും ഇതുവരെ റിസൈൻ ചെയ്തിട്ട് വേറെ ജോലിക്ക് പോയിക്കണം. ഞങ്ങളുടെ കമ്പനിയിൽ സാലറി എവറി മന്ത് ദ ലാസ്റ്റ് വർക്കിംഗ് ഡേ ദേ വിൽ ഗെറ്റ് ദ സാലറി ക്രെഡിറ്റഡ് ഇൻ ദർ ബാങ്ക് അക്കൗണ്ട്. ഇവിടെ മെയിൻ ഫെസ്റ്റിവൽ ഇവിടെ ദശഹരയാണ്. ഇവിടുത്തെ ആൾക്കാരുടെ നമ്മുടെ നാട്ടിൽ ഓണം, അതേമാതിരി ഇവിടെ ദശഹരാണ് മെയിൻ ഫെസ്റ്റിവൽ. ആ ദശഹര ടൈമിൽ അറൌണ്ട് 7 to 8 days before Dashara, we give them bonus. 22% is the bonus given. LTC. Every employee gets LTC, leave travel concession. അതും എന്താ പറയുക, സ്ട്രിക്ട് റൂളൊന്നും വെച്ചിട്ടില്ല. അവർ 4 ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ലീവ് എടുക്കണം. ആൻഡ് ദേ ക്യാൻ പ്രൊഡ്യൂസ് എ ടാക്സി ബിൽ, ദേ ക്യാൻ ക്ലെയിം ഇറ്റ്, ദേ ക്യാൻ യൂസ് ഇറ്റ് ഫോർ എനിത്തിങ്. പിന്നെ ലീവ് എൻകാഷ്മെന്റ് 15 earn leaves are given to every employee as per government norms. We are not doing any favor. Government norms എന്താ പറയുക, 15 earn leave should be given to all the staff members. Apart from that 12 ഇപ്പോൾ കാഷ്വൽ കുറച്ചിട്ടുണ്ട്, 8 കാഷ്വൽ, 12 മെഡിക്കൽ ആൻഡ് 15 earn leave. And then apart from that 8+2 festival leave. Okay. പിന്നെ even at the time of corona we disburse bonus to our employees without deducting. And there was no 50% cut in their salary. Every month they were getting full salary in Incredible India. മാത്രമല്ല സാറ് സ്റ്റാഫുകൾക്ക് അല്ലാതെയുള്ള കുറെ സന്തോഷങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ഇടയ്ക്ക് വർഷത്തിലൊക്കെ ഒരേ ട്രിപ്പൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോബഡി സാറ്റിസ്ഫൈഡ്. ഞാനും സാറ്റിസ്ഫൈഡ് അല്ല, ആരും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ വാട്ട് എവർ ബെസ്റ്റ് യു ക്യാൻ ഡു യു ഡു. കാരണം ദർ ഈസ് നത്തിങ് റോങ് ഇൻ ദർ ഓൾസോ എക്സ്പെക്ടിങ് 10,000 രൂപ സാലറി കിട്ടണം, 15,000 രൂപ സാലറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. 50,000 കിട്ടണം, 70,000 കിട്ടണം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ഒരു തെറ്റില്ല. പക്ഷേ യെസ്, നമ്മുടെ കമ്പനിയുടെ കപ്പാസിറ്റി. പിന്നെ വേറൊരു കാര്യം, ദ ബെസ്റ്റ് തിങ് യു ക്യാൻ വെരിഫൈ, യു ആർ സിറ്റിംഗ് ഹിയർ വിത്ത് മൈ HR പേഴ്സൺ. കൊല്ലത്തിൽ 2 പ്രാവശ്യമാണ് ഇൻക്രിമെന്റ് ഗിവൻ ടു എംപ്ലോയീസ് ഓഫ് ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അതും ഒരു സ്ലാബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. People who are getting up to 10,000 rupees salary, they will get 10% increment. Above 10,000, up to 20,000, 7.5% increment. People placed at a salary of above 20,000, they are getting 5% increment. See, ഞാനും കുറേ കാലം സർവീസ് ചെയ്തു. 2008 വരെ I was also serving. So I understand what is the difficulty for a serving person. Difficulty in the sense, they wait for. ഇപ്പോൾ ഒരു സാലറി ക്ലാസ് ആണ്, അയാൾക്കൊരു 30,000, 40,000, 50,000, 60,000, 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിൽ ആ ടൈമിൽ അവർക്ക് ആ സാലറി കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ 30,000 ഈസ് ഈക്വലൻ ടു മോർ ദൻ 3 lakhs of rupees. കാരണം അയാളുടെ ബിൽ പെൻഡിങ് ഇല്ല. 1-ാം തീയതി പോയിട്ട് പേപ്പർ ബിൽ പേ ചെയ്യാം, പാലിൻ്റെ ബില്ല് പേ ചെയ്യാം, ഇലക്ട്രിസിറ്റിയുടെ ബില്ലുണ്ട് അത് പേ ചെയ്യാം, വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുകയാണെങ്കിൽ വാടക ടൈമിന് കൊടുക്കാം, കുട്ടികളുടെ ഫീസ് ടൈമിന് കൊടുക്കാം. സോ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ദേ കം ടു ഓഫീസ് വിത്തൗട്ട് ടെൻഷൻ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ലീവ് എൻകാഷ്മെന്റ് ജൂണിലാണ് ഞങ്ങൾ കൊടുക്കുക. ഇവിടെ 12th of June ആണ് എല്ലാ കൊല്ലവും റീ ഓപ്പണിംഗ് ഓഫ് ദ സ്കൂൾ. മെയിലെ അവർ സാലറി കിട്ടിക്കഴിഞ്ഞാൽ 30% സാലറി കിട്ടിക്കഴിഞ്ഞാൽ 4-ാം തീയതി 5-ാം തീയതി അവരുടെ ലീവ് എൻകാഷ്മെന്റ് ചെയ്ത് കൊടുക്കും. ദോ വി ആർ എ പ്രൈവറ്റ് കമ്പനി, ഞങ്ങളുടെ എല്ലാ എംപ്ലോയീസിനും കമ്പനിയുടെ സൈഡിൽ നിന്ന് 2 ലക്ഷം രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുടെ കാർഡാണ്. അവർക്ക് കാർഡ് കൊടുത്തിട്ട് 2 ലക്ഷം രൂപ വരെ ഫ്രീ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ബിൽ പേ ചെയ്തു. ഞാൻ ആദ്യം എല്ലാവരോടും എന്താ പറയുക വെച്ചാൽ, ഡോണ്ട് ഷോ യുവർ കാർഡ് ബിക്കോസ് ദ ഹോസ്പിറ്റൽ വിൽ ചാർജ് യു മോർ. യു പേ ദ ബിൽ, ബ്രിങ് ദ ബിൽ. 2008 മുതൽക്ക് ഒരു പ്രാവശ്യം മിസ്സായിട്ടില്ല. അത് മാത്രമല്ല സ്റ്റാച്യൂട്ടറി തിങ്സ്, TDS ഞങ്ങളിപ്പോൾ കട്ട് ചെയ്തത് ബൈ 7th of alternate month we have to pay the TDS. Now we are sitting in August. August 1-ാം തീയതി മുതൽക്ക് 31-ാം തീയതി വരെ ഏതൊരു TDS നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ റെസ്പെക്റ്റീവ് അക്കൗണ്ടിന് TDS ടു ബി ഡിപ്പോസിറ്റഡ് ടു ദ ഗവൺമെന്റ് ഈസ് 7th of alternate month. ഇതുവരെ ഞങ്ങൾ ആ 7th date മിസ്സായിട്ടില്ല.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ എന്തൊരു ടൂറൊക്കെ ഇടക്കൊക്കെ കൊണ്ടുപോകുന്നൊക്കെ സാർ പറഞ്ഞായിരുന്നല്ലേ. അതൊന്നും പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ എന്താ പറയുക, ഒരു 100ഓളം പേര് 200ഓളം പേരെയൊക്കെ ഓരോരോ രാജ്യങ്ങൾ കാണിക്കാൻ വേണ്ടി സാറ് കൊണ്ടുപോകുന്നത്. അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞങ്ങൾ 2010 മുതൽക്ക്, കാരണം 2008 കമ്പനി സ്റ്റാർട്ട് ചെയ്തു. കമ്പനി ഒരു സ്റ്റാൻഡിങ്ങിലെത്തി, കമ്പനിക്ക് പ്രോഫിറ്റ് വരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആസ് ദ ഹെഡ് ഓഫ് ദ ഓർഗനൈസേഷൻ ഐ ഗേവ് എ ടാർഗറ്റ്, ഒരു ടാർഗറ്റ് വെച്ചു മാർക്കറ്റിംഗുകാർക്ക്. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്ലോട്ട് വിൽക്കുന്ന ആൾക്കാരെ ഫോറിൻ ടൂറിന് കൊണ്ടുപോകും, ഒരു വാശി വെക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ അത് അവിടുന്ന് ഫസ്റ്റ് എങ്ങനെയായാലും നമ്മുടെ ഇന്ത്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൂർ എപ്പോഴും ബാങ്കോക്ക്, പട്ടായ, അടിച്ചോളി സ്ഥലങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് സിംഗപ്പൂർ, മലേഷ്യ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക, ഹോങ്കോങ്, മക്കാവു 2 night ക്രൂസ് ട്രിപ്പിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് ടേക്കൻ ദം ടു ടർക്കി, ഐ ഹാവ് ടേക്കൻ ദം ടു ഇന്തോനേഷ്യ, ഐ ഹാവ് ടേക്കൻ ദം ടു ചൈന, ഐ ഹാവ് ടേക്കൻ ദം ടു റഷ്യ. അത് കഴിഞ്ഞിട്ട് ട്രാവലിംഗ്. ഇപ്പോൾ ഇന്ന് അവിടെ എത്തി, നമ്മളെ ഒരു ഡെസ്റ്റിനേഷൻ എത്തി, ട്രാവൽ പ്രോഗ്രാം ഉണ്ടാവും. എത്ര മണിക്കാണ് ടൂർ സ്റ്റാർട്ട് ചെയ്യുക? 8 മണിക്ക് ടൂർ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ ഈസ് 7:55 എവറിബഡി ഷുഡ് ബി ഇൻസൈഡ് ദ ബസ്. അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ പട്ടാളച്ചിട്ടാണ്. അവിടെ അല്ലാതെ ഒരാൾ വന്നിട്ടില്ല, അയാൾ അവിടെ പോയി, അങ്ങനെയില്ല. നമ്മൾ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകണ പോലെ തന്നെ. പക്ഷെ എൻജോയ് ചെയ്തോ, പക്ഷെ അതിനെല്ലാം അടുക്കും ചിട്ടുണ്ടാവും. ഇത് മാത്രമല്ല, ഞങ്ങൾ ഏതൊരു ട്രിപ്പിന് പോയി കഴിഞ്ഞാൽ ഫൈനൽ ടൂർ എൻഡ് ചെയ്യണത് ഇന്ത്യയുടെ നാഷണൽ ആന്തം. ഞങ്ങൾ ലാസ്റ്റ് താമസിക്കേണ്ട ഹോട്ടലിൽ ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ട് ഈ 100-150 ആൾക്കാർ എല്ലാവരും ഒന്നിച്ചിട്ട് നിന്നിട്ട് നാഷണൽ ആന്തം ജനഗണമന അത് നമ്മൾ പുറത്ത് നമ്മൾ ഇവിടെ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ രോമമൊക്കെ എഴുന്നേറ്റ് വരും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പോകും. ഞാൻ ഈ മ്യൂസിക്ക് പോകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ അമേരിക്ക, യൂറോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ഈ ഷോ കഴിയുമ്പോൾ എല്ലാവരും കൂടി ജനഗണമന അതിന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് പാടുമ്പോൾ അപ്പോഴാണ് നമ്മുടെ രാജ്യസ്നേഹം എന്താണെന്നുള്ളത് നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റ് വരും. അപ്പോൾ സാറ് നമ്മുടെ ഇൻക്രെഡിബിൾ ഇന്ത്യ പ്രോജക്ട് ലിമിറ്റഡിന്റെ കുറിച്ചും അടുത്ത സ്റ്റാഫുകളെ കുറിച്ചും ആ സ്റ്റാഫുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ വളരെ രസകരമായ രീതിയിൽ കുറഞ്ഞ സമയത്തിൽ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും ഒത്തിരി വിശേഷങ്ങളുണ്ട്. ഇത് നമുക്ക് തൽക്കാലം ഒന്ന് നാട്ടിലേക്ക് പോകണം. നാട്, വീട്, ആ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. നാട് പാലക്കാട്, ചെർപ്പുളശ്ശേരി, നെല്ലായാണ്. പാലക്കാട് ഗ്രാമീണ സൗന്ദര്യം, എന്താ പറയാ, തറവാട് വീട് ഇവിടെ നെല്ലായ, നെല്ലായ അല്ലേ, ചെർപ്പുളശ്ശേരി നെല്ലായ എന്ന് പറയും, ചെർപ്പുളശ്ശേരി. അപ്പോ അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മമ്മയുടെ തറവാടിന്റെ പേരെന്താണ് സാർ? പയ്യൂർളി. പയ്യൂർളി തറവാട്. ഇപ്പോ അവരുടെ എല്ലാവരുടെയും ഷെയർ ഞാൻ വാങ്ങിയിട്ട് ഇപ്പൊ പഴയ വീട് ഡിമോളിഷ് ചെയ്തിട്ട് ഒരു പുതിയ വീട് ഉണ്ടാക്കിയിട്ട് കുറച്ച് പശുവിനെയൊക്കെ വളർത്തിയിട്ട് തൊട്ടടുത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നാട്ടിലൊരു 8-10 ദിവസം പോയി താമസിക്കാനുള്ള ഒരു സൗകര്യമൊക്കെ. ഒരു 100-200 കൊല്ലം പഴക്കമുള്ള മാവുകളും ചക്കട മരങ്ങളും തേക്കും ഒക്കെ നിൽക്കുന്ന ഒരു തൊടിയാണ്. പിന്നെ അച്ഛന്റെ പേര് ദാമോദരൻ നെടുങ്ങാടി, അമ്മയുടെ പേര് പത്മിനി കോവിലമ്മ. അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ആർമിയിലായിരുന്നു. ഒരു രക്തം കിടക്കുന്നുണ്ട്. അതാണ് നമ്മുടെ തൊഴിലാളികളെ നമ്മൾ കറക്റ്റായിട്ട് കൃത്യനിഷ്ഠമായിട്ട് കൊണ്ടുപോകുന്നത് അല്ലേ. അച്ഛനത്തിലാണ് അവിടെ സർവീസ് ചെയ്തു. അച്ഛൻ 28 കൊല്ലം ആർമിയിൽ സർവീസ് ചെയ്തിട്ട് പിന്നെ നല്ല പൊസിഷനിൽ JCO റിട്ടയർഡ് ആണ്, സുബേദാർ. അത് കഴിഞ്ഞിട്ട് 28 കൊല്ലം ആർമി ജോലി ചെയ്തിട്ട് പിന്നെ ഒരു 10 കൊല്ലം വേറൊരു റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആഗ്രയിൽ അതിൽ സെക്യൂരിറ്റി ഓഫീസറായിട്ട് ഓൾമോസ്റ്റ് 2-3 കൊല്ലം സർവീസ് ബാക്കി ഉള്ളതിൻ്റെ മുമ്പേ ഹി എക്സ്പയർഡ്. ഒരു സ്ട്രോക്ക് ഒക്കെ വന്നിട്ട്, നോട്ട് ഹാർട്ട് അറ്റാക്ക്, ഈ ഒരു പാരലൈസ് സ്ട്രോക്ക് വന്നിട്ട് ഹി കുഡ് നോട്ട് റിക്കവർ. സഹോദരിമാരും എനിക്ക് 2 ഏട്ടനും ഒരു അനിയനും ഒരു അനിയത്തിയുണ്ട്. മൂത്ത ഏട്ടന്റെ പേര് സരോജ് കുമാർ എന്നാണ്. സംസ്കൃത കോളേജ് പട്ടാമ്പി, അതില് ലെക്ചറായിട്ട് റിട്ടയർ ആയി. അത് കഴിഞ്ഞിട്ട് വേറൊരു ഏട്ടൻ എന്താ പറയുക, നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ആയിരുന്നു, എക്സിക്യൂട്ടീവ് ഡയറക്ടർ സൗരാഷ്ട്ര സ്റ്റോക്ക് എക്സ്ചേഞ്ച്. പുള്ളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രാജ്കോട്ടിലായിരുന്നു. അവിടുന്ന് ഇപ്പോൾ കോയമ്പത്തൂർ വന്നിട്ട് സെറ്റിലായി. അങ്ങേർക്ക് 2 പെൺമക്കളാണ്. ഒരു മോളുടെ കല്യാണം കഴിഞ്ഞു, ഒരു മോള് പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. പിന്നെ അനിയൻ ഒരാളുണ്ട്, അയാൾ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടറാണ്, ഗോയൻക യൂണിവേഴ്സിറ്റി ഗുർഗാവിൽ. അങ്ങേർക്ക് ഒരു മോനും ഒരു മോളുമാണ്. മോൻ്റെ ഇപ്പോൾ ഈയിടെ കല്യാണം കഴിഞ്ഞു. ഒരു സിസ്റ്ററാണ്. ഷീ ഈസ് എ പ്രിൻസിപ്പൽ ഇൻ GD ഗോയൻക സ്കൂൾ. സിസ്റ്ററിനും ഒരു മോളും ഒരു മോനുമാണ്. പഠിക്കാനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
പഠിക്കാൻ എപ്പോഴും ബാക്ക് ബെഞ്ചിൽ ആണല്ലേ? അപ്പൊ ഒരുവിധം വലിയ കുഴപ്പമില്ലാത്തൊരു ഉഴപ്പാണ്. എപ്പോഴും തന്നെ പാസ്സാവുന്ന മാർക്കാണ്. ഞാനിവിടെ വന്നിട്ട് എന്റെ ഇന്റർവ്യൂ ചെയ്ത അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് പഠിക്കാൻ അത്ര വലിയ മിടുക്കലൊന്നും ആയിരുന്നില്ല. പഠിക്കാൻ ഞങ്ങൾ ഒരു ജയിച്ചു പോയാൽ മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇത് ഞാൻ പഠിച്ച് വലിയ IAS കാരനോ IPS കാരനോ ആകാനുള്ള ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ, പഠിത്തത്തിൽ മോശമായ ആളുകളാണ് ഇപ്പൊ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഏറ്റവും ഉയരങ്ങളിൽ ഇപ്പൊ നിൽക്കുന്നത്. അത് അങ്ങനെയല്ല. ഇതിന്റെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻഡിനെ എവിടെയാണ് ഡൈവേർട്ട് ചെയ്യുക, അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോ അവർ പഠിക്കാനാണ് അവർ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. വേറൊരാൾ എന്താ ചെയ്യുന്നത്? ഒരു സ്പോർട്സ്മാൻ അയാളുടെ മൈൻഡിനെ എവിടെ ഡൈവേർട്ട് ചെയ്യേണ്ടത്? സ്പോർട്സ് ആക്ടിവിറ്റി. നമ്മൾ ആദ്യം മുതൽ തന്നെ ഓരോ ബിസിനസ് സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ആ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്ത് വെക്കും. 3ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡൽഹിക്ക് പോയി. ഡൽഹിയിലാണ് 3 കൊല്ലം ഡൽഹി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് സിക്കന്ദരാബാദ് വന്നു. 4 കൊല്ലം ഇവിടെ പഠിച്ചു. 11ാം ക്ലാസ് ഹയർ സെക്കൻഡറി ആണ് ഞാൻ ചെയ്തത്. ഇന്ത്യ മുഴുവൻ നടന്നാണ് 10ാം ക്ലാസ് തീർത്തത്. അതെ. ഹയർ സെക്കൻഡറി ആഗ്രയിൽ ചെയ്തു. പിന്നെ ആഗ്രയിൽ ഹയർ സെക്കൻഡറി ചെയ്ത് ഗ്രാജുവേഷൻ ചെയ്തു. പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്ത് ജോലി കിട്ടി. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയായിരുന്നു സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ ജോലി. ആദ്യമായിട്ടുള്ള കിട്ടിയ ജോലിയാണ്. ഞാൻ എല്ലാവരും ചോദിക്കുന്നതാണ്, എത്ര രൂപയായിരുന്നു ആദ്യത്തെ ശമ്പളം? ഞാൻ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 10 രൂപയുടെ 5 രൂപയുടെ ഒക്കെ ജോലി ചെയ്തിട്ടുണ്ട്. ഡെയിലി 5 രൂപ 10 രൂപ. പിന്നെ ഈ ഹൈദരാബാദൊക്കെ എങ്ങനെയാണ് വന്നത്? അത് ഞാൻ ഇവിടെ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെയൊക്കെ ജോലി എടുത്ത സമയത്ത് 1992 മാരേജ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാജ്കോട്ടിലൊരു മാരേജ് എപ്പോഴാണ് കഴിഞ്ഞത്? 92. അപ്പൊ നമ്മൾ ചെറിയ 5 രൂപയുടെ 10 രൂപയുടെ ജോലിയിലാണോ? അല്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ടു. എത്ര രൂപ? അത് അന്ന് ഞാൻ മാരേജ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു ഇൻഡസ്ട്രി ഒക്കെ ഇട്ടു. 92 ഒരു വ്യവസായം തുടങ്ങിയതിനു ശേഷം ഒരു വ്യവസായി ആയിട്ടാണ് തുടങ്ങി. പക്ഷെ അത് പെട്ടെന്ന് നമുക്ക് പ്രേക്ഷകർ പറഞ്ഞ എന്താണ് ചേച്ചിയുടെ പേര് ചോദിക്കാന്നുള്ളത് പറയേ. അപ്പൊ ഭാര്യയുടെ പേരെന്താണ്? വൈഫിന്റെ പേര് ബബീത എന്നാണ്. പക്ഷെ മലയാളി അല്ല. ഷീസ് ഫ്രം നോർത്ത് ഈസ്റ്റ്, ആസാമാണ്. ഗുവാഹട്ടിയാണ്. ഒരു മലയാളി പെൺകുട്ടിക്ക് കിട്ടിയില്ല ഭാഗ്യം. പോട്ടെ, അന്യ സംസ്ഥാനം ഏറ്റെടുത്തു. പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം വിധിച്ചത് എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞു വരും അല്ലേ? അതിങ്ങനെ പരിചയപ്പെട്ടു. അത് ഞാൻ ബറോഡയിൽ ജോലി എടുത്തിട്ടുണ്ട്. സഹാര ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയിൽ. നല്ലൊരു കമ്പനി ആയിരുന്നു. ആ സമയത്ത് ഷി വാസ് സ്റ്റഡിങ് ഇൻ ബറോഡ. അങ്ങനെ അവിടെ പരിചയമായി, ലോകയായി, പിന്നെ പ്രേമമായി. എത്ര കൊല്ലം? ഒരു 92 കല്യാണം കഴിഞ്ഞു. ഞങ്ങള് 89 to 92 ഒരു 3 കൊല്ലം. 3 കൊല്ലം മതി. 3 കൊല്ലം നമ്മൾ സ്നേഹിച്ചു നടന്നപ്പോ വീട്ടുകാരറിഞ്ഞു കാണും. അത് പറഞ്ഞു. അറിഞ്ഞു, ഇനി കെട്ടിക്കോ, ഇനി നിങ്ങൾ സ്നേഹിച്ചെങ്കിൽ നടക്കണ്ട. ഞാൻ പിന്നെ 92 രാജ്കോട്ടിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 92 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് പ്രോഫിറ്റ് ആയില്ല, അത് ലോസ് ഒക്കെ ആയി. അതൊക്കെ ഉണ്ടാവുമല്ലോ ഒരു വ്യവസായം, ചെറിയ തടസ്സങ്ങളൊക്കെ. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ 94 ഹൈദരാബാദ് ഷിഫ്റ്റ് ചെയ്തു. ഇവിടെ ഞാൻ ഒരു അറിയുന്ന ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടായിരുന്നു, രത്തൻ കേഡിയ എന്ന് പറഞ്ഞിട്ട്, കേഡിയ ഫാൻസിന്റെ ഉടമസ്ഥൻ. അവരോട് പറഞ്ഞു എനിക്ക് എൻ്റെ ബിസിനസ് ഒന്നും ശരിയാവില്ല, അപ്പോൾ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. ഒരു സാരമില്ല, ഹൈദരാബാദിൽ വന്നോളൂ, എൻ്റെ ഫാൻ യൂണിറ്റ് എനിക്ക് ഒരു മാർക്കറ്റിംഗ് മാനേജറിന് ഒരു നല്ല ആള് അഡ്മിനിസ്ട്രേഷനൊക്കെ വേണം, അപ്പോൾ നിങ്ങൾ ഏതായാലും ഹൈദരാബാദിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് ഷിഫ്റ്റ് ആയി. പിന്നെ നമ്മൾ മക്കളുടെ കാര്യം പറഞ്ഞില്ല. സാറിന് മക്കൾ എത്ര പേരുണ്ട്? എനിക്ക് ഒരു മോളാണ്. ഒറ്റ മോളാണ്. എന്താ പേര്? റോഷിനി എന്നാണ് പേര്. എന്ത് ചെയ്യണം? റോഷിനി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MS കഴിഞ്ഞിട്ട് ഇപ്പോൾ സെന്റ് ഫ്രാൻസിസ്കോയിൽ വർക്ക് ചെയ്യാണ്. സെന്റ് ഫ്രാൻസിസ്കോ, അമേരിക്കയിൽ. കല്യാണം 2022 മെയ്യിൽ കല്യാണം കഴിഞ്ഞു. ആരാണ് കല്യാണം കഴിച്ചത്? മോളുടെ ഹസ്ബൻഡും ജയൻസ് ആണ്, മാർവാഡീസ്. ബാംഗ്ലൂർ സെറ്റിൽഡ് ആണ് പേരൻസ്. പക്ഷേ മരുമകനും അവിടെ തന്നെയാണ്, സെന്റ് ഫ്രാൻസിസ്കോയിൽ. കൊളംബിയയിൽ തന്നെ MS ചെയ്ത ആളാണ്. എഞ്ചിനീയറിംഗ് ബാംഗ്ലൂരിൽ നിന്ന് കഴിഞ്ഞിട്ട് MS കൊളംബിയയിൽ നിന്ന്. മോള് 2022 MS കംപ്ലീറ്റ് ആയ. അന്ന് മുതൽക്ക് അവിടെ തന്നെ വർക്ക് ചെയ്യാണ്. ഇതുവരെ ന്യൂയോർക്കിലായിരുന്നു. ഇപ്പോൾ ഒരു 2-3 മാസം മുമ്പാണ് സെന്റ് ഫ്രാൻസിസ്കോയിൽ ഷിഫ്റ്റായി രണ്ടുപേരും കൂടി. അപ്പോൾ നമ്മളിനി ഈ ഇൻക്രെഡിബിൾ നമ്മുടെ ഇന്ത്യ പ്രോജക്ട് ലിമിറ്റഡിനെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഇനി എന്താണ്? ഇവിടെ വരെയായി, ദൈവം നമുക്കുള്ള അനുഗ്രഹങ്ങൾ, നമ്മുടെ തൊഴിലാളികളുടെ നമ്മളുള്ള സ്നേഹവും എല്ലാം കൊണ്ട് നമ്മൾ ഈ ഒരു നിലയിലായി. ഇനിയുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു വെച്ചാൽ, ഇഫ് യു ആസ്ക് മീ, ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എ കമ്പനി which is the best paid company not only in India, in the world, one of the best paid companies for the
people working for the organization. ഓക്കെ, സാറിന് എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ച്? എന്താ പറയുക, ടൈംസിന്റെ ഐക്കോൺ ഓഫ് ദ ഇയർ അവാർഡ്, പിന്നെ ഏഷ്യാമൻ മാഗസിന്റെ ഒരു അവാർഡ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാനിംഗ് മാനേജ്മെന്റ് ഒരു അരിന്ദൻ ചൗധരി അവരൊരു ലാസ് വേഗാസിൽ ഒരു അവാർഡ് ഫംഗ്ഷൻ ഒക്കെ നടത്തി. അങ്ങനെ വേറെ ദുബായിൽ ഏഷ്യാമൻ മാഗസിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ, പിന്നെ ബോംബെയിൽ 1-2 അവാർഡ് ഫംഗ്ഷൻ. ഈ ഓരോ പ്രോഗ്രാംസിന് അവർ എടുത്തിട്ടും തിരങ്ങിയിട്ടും ഇയർലി 1 or 2 ഫംഗ്ഷൻസ് കമ്പനിക്ക് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ സാറ് തൊഴിലാളികളുടെ കൂടെ ഒത്തിരി രാജ്യങ്ങളൊക്കെ സാറ് സന്ദർശിച്ചിട്ടുണ്ട്, കറങ്ങാനൊക്കെ പോയിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ ഏതൊക്കെ? ഞാൻ ഫാമിലി ആയിട്ട് എല്ലാ കൊല്ലവും ഫോറിൻ ട്രിപ്പ് പോകും. അതെ, ഇപ്പോൾ പോയി വന്നു. എവിടെയായിരുന്നു? ഞാൻ സ്പെയിൻ പോയി. സ്പെയിൻ ഫാമിലി ആയിട്ടാണ് പോയത് അല്ലേ? എങ്ങനെയുണ്ട് സാർ സ്പെയിൻ? എങ്ങനെയുണ്ട്? നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമാണ് അല്ലേ? അവിടെ എൻജോയ് ചെയ്തു അല്ലേ? അത് നിർബന്ധമാണ് വർഷത്തിൽ ഒരിക്കലും എല്ലാ തിരക്കുകളും മാറ്റിക്കൊണ്ട് നമ്മുടെ ഫാമിലിക്ക് വേണ്ടി കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു ഫോറിൻ ട്രിപ്പ്, ഒരു ഇന്ത്യൻ ട്രിപ്പ്. അതിന്റെ ഭാഗ്യം എല്ലാം ദൈവം കരുണ എല്ലാം സാറിന് വേണ്ടി. എന്താ ഇത്രയും ആളുകൾക്ക് സാറിന്റെ ഒരു ഈ സ്ഥാപനം കൊണ്ട് ഉള്ള ഗുണം ദൈവത്തിൽ നിന്നുള്ള കൃപയായിട്ട് സാറിന് വന്നിട്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സമയപരിധി കൊണ്ടാണ് സാറിൻ്റെ കയ്യിൽ നിന്ന് വിശേഷങ്ങൾ തീരുന്നില്ല. പക്ഷെ നമുക്കത് സമയപരിധി കൊണ്ട് നമുക്ക് നിർത്താതിരിക്കാൻ പറ്റില്ല. സാറിന്റെ വിശേഷങ്ങൾ കേട്ട് പ്രേക്ഷകർക്ക് ഇപ്പോഴും മതിയായിട്ടില്ല, പക്ഷെ സമയക്കുറവുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും സാറ് ഇത്രയും വിശേഷങ്ങൾ ഞങ്ങളുടെ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് ഒത്തിരി നന്ദിയുണ്ട്. ഞങ്ങൾ അപ്പോൾ സാറ് ഒരു സംഭവം കൂടി ചെയ്യണം എന്ന് വെച്ചാൽ, നമ്മുടെ പുതുതായിട്ട് നമ്മുടെ ഈ വ്യവസായത്തിലേക്ക് വരുന്ന നമ്മുടെ പുതിയ തലമുറ ഉണ്ടല്ലോ, ആ തലമുറകൾക്ക് സാറിന്റെ ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഒരു ചെറിയൊരു ഉപദേശം. യു മസ്റ്റ് ലവ് യുവർ ജോബ്. അതിന് വേണ്ടിയിട്ട് വാട്ട് എവർ സ്മോൾ തിങ്സ് യു ക്യാൻ ഡു യു ഷുഡ് ഡു. ഞാൻ എപ്പോഴും എൻ്റെ മാർക്കറ്റിംഗ് മീറ്റിങ്ങിലൊക്കെ ഒരു ചെറിയ എക്സാമ്പിൾ കൊടുക്കും. ചെയ്യുന്ന ജോലിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. അത് മാത്രമല്ല, ഒരു പ്രൊഫസറോ ഒരു ലെക്ചററോ ഒരു സ്കൂൾ ടീച്ചറോ അയാൾ ഒരു 7ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാഷായിക്കോട്ടെ, 8ാം ക്ലാസ്സിലല്ല, അയാൾ ഗ്രാജുവേഷനിൽ സബ്ജക്റ്റ് എടുക്കുന്ന ഒരു അക്കൗണ്ടൻസി പഠിപ്പിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കുന്ന ഒരു മാഷായി കഴിഞ്ഞാൽ അയാൾ രാവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് അയാൾ ഏതൊരു ചാപ്റ്ററാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകണം, അയാൾ 10 കൊല്ലം കൊണ്ട് പഠിപ്പിക്കുന്ന ടീച്ചറാവും. പക്ഷേ ഇന്നിപ്പോൾ ചാപ്റ്റർ നമ്പർ 4 അയാൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് വെച്ചാൽ ആ ചാപ്റ്റർ നമ്പർ 4 ഒരു പ്രാവശ്യം കൂടി റിവിഷൻ ചെയ്യും. അപ്പം നമ്മുടെ ലൈഫിൽ എന്താ പറയുന്നത് വെച്ചാൽ, ഡോണ്ട് തിങ്ക് യു ആർ എൻ എക്സ്പേർട്ട് ഇൻ എനിത്തിങ് വാട്ട് യു ആർ ഡൂയിങ്. എവറി ഡേ ദർ ഇസ് എ ന്യൂ ചാലഞ്ച്. സോ പ്രിപ്പയർ യുവർ സെൽഫ് ഇൻ ദ ബിഗിനിങ് ഓഫ് ദ ഡേ സോ ദാറ്റ് യു ഡോണ്ട് ഗെറ്റ് ഫെയിലിയർ. യു വിൽ ബി എ സക്സസ്ഫുൾ പേഴ്സൺ ഇൻ ദാറ്റ് ഡേ. അതിൻ്റെ വേറൊരു ചെറിയ എക്സാമ്പിൾ, നമ്മൾ ചെറിയ റോഡ് സൈഡിൽ ഈ ബാർബർ ഷോപ്പ് കാണും. അയാൾ രാവിലെ വന്നു കഴിഞ്ഞു വെച്ചാൽ അയാളുടെ ഒരു ബെൽറ്റ് ഉണ്ടാവും. ആ ബെൽറ്റിൽ വെള്ളം പാർന്നിട്ട് ആ റേസറിനെ ഷാർപ്പനിങ് ചെയ്യും. തീർച്ചയായിട്ടും. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ, നമ്മൾ രാവിലെ നീട്ടിട്ട് നമ്മുടെ ജോബിന് പോകുന്നതിന് മുമ്പേ നമ്മുടെ പ്രൊഫഷണൽ ആവശ്യമുള്ള എല്ലാതും ഷാർപ്പൻ ചെയ്ത് ഇറങ്ങും. നല്ല ഷൂസ് പോളിഷ് ചെയ്ത് ഇറങ്ങുക, ഡ്രസ്സ് ശരിക്കും ഇടുക, ഒരു ചെറിയ പെർഫ്യൂമോ ബോഡി സ്പ്രേ എന്തെങ്കിലും യൂസ് ചെയ്യുക, ഒരു സ്മൈലിംഗ് ഫേസ് ആയിട്ട് ഇറങ്ങുക. അപ്പോൾ ആ സ്മാർട്ട് പോസിറ്റീവ് എനർജിയിൽ വേണം നമ്മൾ ഇറങ്ങാൻ. ഒരു മൈനസ് ഇല്ല പാടില്ല നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അധികം ആൾക്കാരെ കാണും രാവിലെ അവർ ഇറങ്ങുമ്പോൾ ഒരു ടെൻഷനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ അവര് എത്തണ സമയത്ത് എത്രയോ വലിയ പണിയെടുത്തിട്ട് അവരിങ്ങനെ അവരുടെ ഫേസൊക്കെ കണ്ടു കഴിഞ്ഞു വെച്ചാൽ ഏതോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഈ ദിവസം മുഴുവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, അങ്ങനെ അവരാ. അപ്പം ഞാൻ എപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും സ്മൈലിംഗിൽ ഇറങ്ങും, വീട്ടിൽ കയറുമ്പോഴും സ്മൈലിംഗിൽ ഇറങ്ങും. അപ്പോൾ ഇടയിൽ എൻ്റെ അമ്മായിയമ്മ വീട്ടിലുണ്ടായിരുന്നു. അവരെന്നോട് പറഞ്ഞു, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏതൊരു ആണുങ്ങളും വീട്ടിൽ വന്ന വൈകുന്നേരം വരുമ്പോൾ മുഖറൊക്കെ ഒരേ മാതിരി അവരെ ഒരു എക്സ്പ്രഷൻ കൊണ്ടാ വന്നത്. ഞാൻ എൻ്റെ മരുവനെ മാത്രമേ കണ്ടിട്ടുള്ളൂ ചിരിച്ചിട്ടാ വീട്ടിൽ വരാം. അല്ല, ഞാനിവിടെ സാറിന് ആദ്യം കണ്ടപ്പോൾ സാറ് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നതിൻ്റെ എല്ലാവരോടും അത് തന്നെ ഏറ്റവും നല്ലത്. നമ്മളെന്തിനാ ടെൻഷൻ അടിച്ച് നമ്മുടെ ശരീരത്തിൽ വെറുതെ മനസ്സിനെ തളർത്തുന്നത്? നമ്മളെല്ലാം സന്തോഷമുണ്ട്, നമുക്ക് ഒരു കുഴപ്പങ്ങളൊന്നുമില്ല, എല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിയോടുകൂടി നേരിടുക, അതാണ് ഏറ്റവും വലിയ അഡ്വൈസ്. അപ്പോൾ സാർ, അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ സ്ഥാപനത്തിന് ആശംസകൾ നേരുന്നു. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.